മക്കളെ കിഡിലൻ ചാപ്റ്റർ, കിഡിലോസ്കി, പലരും പേടിക്കുന്ന ചാപ്റ്റർ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നോക്കണം മോനെ. ഫസ്റ്റ് സാറ് പറയുന്ന ഈ കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാമിന് അങ്ങ് പോവാം. എന്നാ ശ്രദ്ധിച്ചോടാ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് കൊണ്ടുവന്നു? 1 മാർക്ക്. ലിനേയസ്. ഏതാൾക്കും അറിയാം, കാൾ ലിനേയസ്. ലിനേയസ് എന്ന് മാത്രം എഴുതിയാലും മതി. അതിന് ശേഷം വന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് കൊണ്ടുവന്നു? RH വിറ്റേക്കർ. ആരടാ? RH വിറ്റേക്കർ. അയാളുടെ 5 ആൾക്കാർ, 5 കിങ്ഡം എന്ന് പറയുമ്പോൾ 5 ആൾക്കാർ വേണ്ടേ? ആ 5 കിങ്ഡംസ് ആരൊക്കെ നോക്കാം. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, അനിമേലിയ. എനിക്കറിയാം, എല്ലാവർക്കും ഇതറിയാം, എന്നാലും കൂടെ പറഞ്ഞു. മൊണീറ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്? ഇറ്റ് ഈസ് എ പ്രോകാരിയോട്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ സാറേ? എടാ, വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഒന്നുമില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല, അങ്ങനെയുള്ളതിനാണ് പ്രോകാരിയോട്ട്. ബാക്കി 4 പേരും യൂക്കാരിയോട്ടാണ്. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ നടത്താനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം ശ്രദ്ധിച്ചോ. ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു 5 കാര്യങ്ങൾ. ഇഷ്ടമുള്ള 3 പഠിച്ചു വെച്ചോ. സെൽ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഭക്ഷണം കഴിക്കുന്ന രീതി, ബോഡി ഓർഗനൈസേഷൻ, ബോഡി എന്ത് ടൈപ്പാണ്, സെല്ലുലാർ ആണോ, ടിഷ്യൂ ആണോ, ഓർഗൻ ആണോ, അതാണ്. റീപ്രൊഡക്ഷൻ, അതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, റീപ്രൊഡക്ഷൻ. ലാസ്റ്റ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ, ബേസ്ഡ് ഓൺ എവല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇയാൾ ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കളെ 3 മാർക്കോളം ഈ ബോർഡിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്നോടത്തുനിന്ന് വരും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 3 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. സെറ്റാണേ. എടാ നോക്കടാ, മൊണീറയിലേക്ക് പോവാം. മൊണീറയിൽ ബാക്ടീരിയനെ ഷേപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ഫെറിക്കൽ, ഉണ്ട. എക്സാമ്പിൾ കോക്കൈ. റോഡ് എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇതൊരു റോഡാണ്, കണ്ടോ, നീളത്തിൽ. ആരടാ? ബാസിലസ്. കോമ, നമ്മൾ സാധാ കോമ. ആരടാ? എക്സാമ്പിൾ വിബ്രിയോ എന്ന് പറയുന്ന ബാക്ടീരിയ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൈറലായിട്ട്, അത്രേ ഉള്ളൂ, വളഞ്ഞ് കിടക്കുക, അത്രേ ഉള്ളൂ. അതിന് എക്സാമ്പിൾ വലിയ സൈസ് ആയാലടാ. അതിന് എക്സാമ്പിളാണ് സ്പൈറില്ലം. ആരുടെ മക്കളെ? പേര് പറഞ്ഞടാ. സ്പൈറില്ലം. സ്പൈറൽ ഷേപ്പിന് എക്സാമ്പിൾ സ്പൈറില്ലം. നെക്സ്റ്റ് ആർക്കി ബാക്ടീരിയ. എല്ലാവർക്കും അറിയാം, മൊണീറയിലുള്ള ഒരു ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. അതിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? അവർക്ക് ഭയങ്കര ഏത് സാഹചര്യത്തിൽ വളരാനും അവർക്ക് കഴിയും. ആർക്കി ബാക്ടീരിയ ചാണകത്ത് കൊണ്ടിട്ടാലും വളരും, ചളിയിൽ കൊണ്ടിട്ടാലും വളരും, ഉപ്പിൽ കൊണ്ടിട്ടാലും വളരും. സാൾട്ടി ഏരിയ, ഉപ്പിൽ വളരുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെലോഫൈൽസ്. ആർക്കി ബാക്ടീരിയയിൽ ഉപ്പിൽ വളരുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെലോഫൈൽസ്. ഹോട്ട്, നല്ല ചൂടുള്ള ഏരിയയിൽ വളരുന്നവരെ തെർമോ അസിഡോഫൈൽസ്. അതേപോലെ തന്നെ മാർഷി ഏരിയ, ചതുപ്പ് ഏരിയയിലുള്ളവരെ വിളിക്കുന്ന വാക്കാണ് മെത്തനോജൻസ്. അവർ പശുവിൻ്റെ വയറ്റിലും കാണും. ഗട്ട് ഓഫ് കൗ ഓർ റുമിനൻ്റ് ആനിമൽസ്, പശുവിൻ്റെ വയറ്റിലും കാണും. ആൻഡ് അവരെ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ബയോഗ്യാസ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. മെത്തനോജൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. എടാ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വരിക. യു ബാക്ടീരിയ, മൊണീറയിലുള്ള സെക്കൻഡ് ഗ്രൂപ്പാണ് യു ബാക്ടീരിയ. യു മീൻസ് ട്രൂ ബാക്ടീരിയ. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ ഗ്രൂപ്പാണ് സയനോ ബാക്ടീരിയ. അവന്മാർക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗേ. അതിൽപ്പെട്ട 2 വിഭാഗമാണ് നൊസ്റ്റോക്കും അനബീനയും. ആരൊക്കെയാടാ? നൊസ്റ്റോക്കും അനബീനയും. ഈ നൊസ്റ്റോക്കിലൊരു പ്രത്യേക സംഭവമുണ്ട്. ഒരു നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റിയൊരു സെല്ലുണ്ട്, ഹെട്രോസിസ്റ്റ്. പേരൊന്ന് പഠിച്ചു വെക്കുക, ഹെട്രോസിസ്റ്റ്. എവിടെയുള്ളത്? നൊസ്റ്റോക്കിൽ. അതിൽ നൈട്രജൻ ഫിക്സിങ് സെല്ലാണ്. നൊസ്റ്റോക്കിൽ മാത്രമല്ല, അനബീനയിലും ഉണ്ട് കേട്ടോ, 2ലുണ്ട് നമുക്ക് എഴുതാം. നൈട്രജൻ ഫിക്സിങ് സെല്ലാണ് ഹെട്രോസിസ്റ്റ്. നൊസ്റ്റോക്കിലും അനബീനയിലും ഉണ്ട്. അതൊക്കെ ഏതിൻ്റെ? സൈനോബാക്ടീരിയ. ആൻഡ് ലാസ്റ്റ് മൊണീറയിൽ നമുക്ക് മൈക്കോപ്ലാസ്മിനെ കുറിച്ച് നോക്കാം. സിമ്പിൾ. ഒരു 3ാമത്തെ ചെറിയൊരു ഗ്രൂപ്പ്, സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ഏറ്റവും ചെറിയൊരു ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ. നമ്മളെ PPLO എന്നൊക്കെ പറയുന്നത്. ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ലാക്ക് ഓഫ് സെൽവാളും കൂടിയാണ്, ഓർത്ത് വെച്ചാൽ മതി. അതായത് സെൽവാളില്ല അവർക്ക്, ഓക്കെ, എന്നാലും അവർക്ക് സർവൈവ് ചെയ്യാനൊക്കെ പറ്റും. മക്കളെ നോക്കിയടാ, മൊണീറ കഴിഞ്ഞു. ഇനി ആരടാ? പ്രോട്ടിസ്റ്റയിലേക്ക് വരാം. പ്രോട്ടിസ്റ്റയിൽ നമുക്ക് 5 ഗ്രൂപ്പാണുള്ളത്. സറി ബോർഡിൽ 5 എഴുതിയിട്ടുണ്ട്, നോക്കണേ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലൈറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻസ്. ഈ ബോർഡിലുള്ളത് പഠിച്ചാൽ മതിയടാ പ്രോട്ടിസ്റ്റനെ കുറിച്ച്. എന്നാ നോക്കിക്കോ. പ്രോട്ടിസ്റ്റയിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ്.
അതിൽ 2 എക്സാമ്പിളാണ് ഡയാറ്റംസും ഗോൾഡൻ ആൽഗയും. പേര് പഠിച്ചോ, ഡയാറ്റംസ്, ഗോൾഡൻ ആൽഗെ. ഈ ഡയാറ്റം ഇല്ലേ, അതിൻ്റെ സെൽ വാള്, ഡയാറ്റത്തിൻ്റെ ചെറിയ ജീവി കേട്ടോ, വെള്ളത്തിലൊക്കെ ചെറിയ ജീവിയാണ്. അതിൻ്റെ സെൽ വാള് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയാണ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയടാ? സിലിക്ക ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, നശിക്കൂല. ശ്രദ്ധിച്ചു കേട്ടോ, സിലിക്ക നശിക്കൂല. ഈ സിലിക്ക മരിച്ചു കഴിഞ്ഞാൽ, ഡയാറ്റംസ് മരിച്ചു കഴിഞ്ഞാൽ ഈ സിലിക്ക നശിക്കൂലല്ലോ, സെൽവാൾ നശിക്കൂലല്ലോ. അത് ബില്യൺസ് ഓഫ് ഇയേഴ്സ്, എത്ര ഇയേഴ്സ് എടാ? ബില്യൺസ് ഓഫ് ഇയേഴ്സ് അത് മണ്ണിനടിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഒന്നും കൂടി ശ്രദ്ധിച്ചോ, ഡയാറ്റംസിൻ്റെ സെൽവാൾ സിലിക്ക കൊണ്ടാണ്, അത് നശിക്കൂല. മരിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിനടിയിൽ വർഷങ്ങളോളം, ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. അതിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. അതിൻ്റെ 2 ഫങ്ഷൻസിൻ്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചോ, ഫിൽട്രേഷൻ ആൻഡ് പോളിഷിങ് ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ് എന്നൊക്കെ പറയും. അവിടെ കേട്ടെ, നിങ്ങൾ ജസ്റ്റ് ഫിൽട്രേഷനും പോളിഷിംഗ് എന്നുള്ള വാക്ക് മാത്രം എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് ഡൈനോഫ്ലജല്ലൈറ്റ്സ്. ആ വാക്ക് കേട്ടാൽ അറിയാം, 2 ഫ്ലജല്ലുണ്ട്, ഓർത്തു വെച്ചോ. അതിലൊരു എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. നിർബന്ധമായിട്ടും പഠിക്കണം, മാച്ച് ദ ഫോളോയിങ് വരാം. ഗോണിയോലെക്സ് അത് റെഡ് ടൈഡ് ഉണ്ടാക്കും. റെഡ് ടൈഡ് ഇത് ടോക്സിക് ആണ്, വിഷമാണ്, മീനുകളായ ഏരിയയിൽ ചത്തുപൊന്തും. ശ്രദ്ധിച്ചോ, കടലിൽ ഈ ഡൈനോഫ്ലജല്ലൈറ്റ്സ് അതായത് ഗോണിയോലെക്സ് ഉള്ള സ്ഥലം ഇങ്ങനെ ചുവന്ന് കെടുക്കും മൊത്തത്തിൽ ആ ഏരിയ. അതിനെ വിളിക്കും റെഡ് ടൈഡ്. ആ ഏരിയ ഭയങ്കര ടോക്സിക് ആയിരിക്കും, ടോക്സിക് അല്ലേ, ടോക്സിക് ആയിരിക്കും. സോ മീനുകൾ അവിടെ ഉണ്ടാവില്ല. എടാ നെക്സ്റ്റ് ഗ്രൂപ്പാണ് യുഗ്ലിനോയിഡ്സ്. എൻ്റെ എക്സാമ്പിൾ കുറച്ച് ടഫാണ്. ടഫാണോ? അല്ല, യുഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിളാണ് യുഗ്ലീന. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് സെൽവാൾ ഇല്ല, പകരം ഒരു പ്രോട്ടീൻ ലെയറാണ്. അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. മറക്കരുതേ, സെൽവാളിന് പകരം ഇവന്മാർക്കൊരു പ്രോട്ടീനിൻ്റെ ലെയറാണ്. അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. 1 മാർക്കിന് അടിക്കാം. പല കുട്ടികൾ എഴുതാതെ വിടും, എൻ്റെ മക്കൾ എഴുതിയിരിക്കും. നോക്കടാ, യുഗ്ലിനോയിഡ്സിന് സെൽവാൾ ഉണ്ടോ? ഇല്ല, പകരമുള്ള ലെയറിൻ്റെ പേരാണ് പെല്ലിക്കിൾ. നെക്സ്റ്റ് 4ാമത്തെ ഗ്രൂപ്പാണ് സ്ലൈം മോൾസ്. അവരെ കുറിച്ച് ഒരൊറ്റ വാക്ക്, ചത്ത ചീഞ്ഞ സാധനങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നവർ. സ്ലൈം മൗൾസ്, ചത്ത ചീഞ്ഞ സംഭവങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നവർ. അവരെ വിളിക്കുന്ന വാക്കാണ്, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ വിളിക്കുന്ന വാക്കാണ് സാപ്രോഫൈറ്റിക്. സോ സ്ലൈം മൗൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ. കിട്ടിയല്ലോ, അർത്ഥം കിട്ടിയല്ലോ. അപ്പോൾ അർത്ഥത്തിലേക്ക് ഒന്നും പോണ്ട, ആ വാക്കങ്ങ് നേരെ പഠിക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് കോൾഡ് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ? ആൻസർ സ്ലൈം മൗൾസ്. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസിൽ 4 ടൈപ്പ് ആൾക്കാരുണ്ട്. അമീബോയിഡ്, ഫ്ലജല്ലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻസ്. ഈ 4 ടൈപ്പിൻ്റെയും ഓരോ എക്സാമ്പിളും നമ്മൾ വെച്ച് പഠിക്കും. ഒറ്റ എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ഒരു മാച്ച് ദ ഫോളോയിങ് പേപ്പറിൽ എഴുതാം. എന്നാ നോക്കിക്കോ, അമീബോയിഡിൻ്റെ എക്സാമ്പിൾ എൻറ്റമീബ. ഫ്ലജല്ലേറ്റഡിന് എക്സാമ്പിൾ ട്രൈപ്പനോസോമ. അവനൊരു അസുഖം കൂടി ഉണ്ടാക്കും കേട്ടോ, സ്ലീപ്പിംഗ് സിക്നസ്. എന്താണ്? സ്ലീപ്പിംഗ് സിക്നസ്. ഓർമ്മയിൽ വെച്ചു. സീലിയേറ്റഡിന് എക്സാമ്പിൾ പാരമീസിയം. ആൻഡ് സ്പോറോസോവൻസിന് എക്സാമ്പിൾ പ്ലാസ്മോഡിയം. ഓനാണ് മലേറിയ ഉണ്ടാക്കുക കേട്ടോ. ഈവൻ പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന അസുഖം മലേറിയ, ട്രൈപ്പനോസോമ ഉണ്ടാക്കുന്ന അസുഖം സ്ലീപ്പിംഗ് സിക്നസ്. ഓർത്തു വെച്ചോ. മതിയടാ, ഈ ബോർഡ് കിടക്കുന്ന സാധനങ്ങൾ പഠിച്ച പ്രോട്ടിസ്റ്റ് സെറ്റാണ്. എന്നാ നെക്സ്റ്റ് നോക്കടാ, ഫംഗസിൽ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരാളാണ് ലൈക്കൻസ്. എന്താണ്? ഇറ്റ് ഈസ് എ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. പൊല്യൂഷൻ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേട്ടോ, ലൈക്കൻസ് ഉള്ള ഏരിയയിൽ പൊല്യൂഷൻ കുറവായിരിക്കും. അതായത് പൊല്യൂഷൻസ് കൂടുതലുള്ള ഏരിയയിൽ ആരുണ്ടാവില്ല? ലൈക്കൻസ് ഉണ്ടാവില്ല. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ 2 ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്ന അഭേദ്യമായൊരു ബന്ധമാണ്. സിംബയോട്ടിക് ആണ്. എന്നാ ആരൊക്കെയാടാ? ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ 2 ജീവികളാണ്. ആൽഗി ഉണ്ടാവും, ഫംഗസും ഉണ്ടാവും. അതിൽ ആൽഗെ കമ്പണൻറ്റിന് വിളിക്കുന്ന സയൻറ്റിഫിക് നെയിമാണ് സാർ എഴുതി വെച്ചിട്ടുണ്ട്, ഫൈക്കോബയോണ്ട്. ഫംഗസിന് വിളിക്കുന്ന വാക്കാണ് മൈക്കോബയോണ്ട്. എടാ ആൽഗേൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രിപ്പയർ ഫുഡ്. നമ്മളമ്മ അല്ലേ, പ്രിപ്പയർ ഫുഡ്. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരും. അബ്സോർബ് മിനറൽസ്. ഫംഗസിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ അബ്സോർബ് മിനറൽസ്. ആ ഒരു ഐഡിയക്ക് പഠിക്കുക കേട്ടോ. എടാ മക്കളെ തിരിച്ചു ആവാട്ടോ, ഉപ്പാക്ക് വീട്ടിൽ സാധനം വെക്കാം.
ഉമ്മാക്ക് സാധനം മേടിച്ചോണ്ട് അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. സെക്ഷൽ സൈക്കിൾ ഒന്ന് നോക്കിയടാ. ഫംഗസിൻ്റെ സെക്ഷൽ സൈക്കിളിൽ 3 സ്റ്റെപ്പാണ് ഉള്ളത്, അത് ആദ്യം പഠിക്കണം. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. പഠിച്ചോ, പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഗമി എന്ന വാക്കിൻ്റെ അർത്ഥം കൂടിച്ചേരുക. പ്ലാസ്മോ എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം, കാരിയോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്. പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. ആൺ ഗാമീറ്റും പെൺ ഗാമീറ്റിൻ്റെയും പ്രോട്ടോപ്ലാസം കൂടി ചേരുക. നെക്സ്റ്റ് കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയസ്. അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രോട്ടോപ്ലാസം കൂടി ചേരുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ന്യൂക്ലിയസ് കൂടി ചേരുന്നതിന് കാരിയോഗമി. 3ാമത്തെ സ്റ്റെപ്പാണ് മിയോസിസ്. മിയോസിസ് നടന്ന എന്താ ഉണ്ടാവുക എന്ന് മാത്രം പഠിക്കുക. ഹെൽപ്സ് ടു ഫോം ഹാപ്ലോയിഡ് സ്പോർ. സ്പോർ ഉണ്ടാക്കാനാണ് എന്ത് നടക്കുന്നത്? മിയോസിസ്. മറക്കണ്ട, സ്പോർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. അത് എന്ത് ടൈപ്പ് സ്പോർ ഉണ്ടാവണടാ? ഹാപ്ലോയിഡ് സ്പോറാണ് ഉണ്ടാവുക. മതിയടാ, അത്ര കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി ഫംഗസിൻ്റെ 4 ടൈപ്പും അതിൻ്റെ എക്സാമ്പിൾസും. ബസ് ഇത് പഠിക്കണം സാറേ, പലരും ചോദിക്കാറുണ്ട് ഇത് പഠിക്കണോ. എക്സാം ടഫ് ആവുന്ന വർഷങ്ങളിൽ ഈ സാധനം വരാറുണ്ട്. കുറച്ച് അലമ്പാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. എടാ, ഫംഗസ് 4 ഗ്രൂപ്പാണ്. ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ്, ഡ്യൂട്രോമൈസിറ്റ്സ്. സാർ ചോദിക്കുന്നതിന് ഒരൊറ്റ ആൻസർ വേണം. ഹൂ ഈസ് ഇംപെർഫെക്റ്റ് ഫംഗൈ? ഡ്യൂട്രോമൈസിറ്റ്സ്. വൈ ദേ ആർ കോൾഡ് ഇംപെർഫെക്റ്റ്? പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ആണോ? ടെഡിയാണ്. അങ്ങനെയല്ല കേട്ടോ. ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കാൻ കാരണം അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും മാത്രമേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, കിട്ടിയോ? ഒന്ന് കൂടെ പറഞ്ഞു. വൈ ഡ്യൂട്രോമൈസിറ്റ്സ് ആർ കോൾഡ് ഇംപെർഫെക്റ്റ്? അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്ത് റീപ്രൊഡക്ഷൻ ഇല്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല? സെക്ഷൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അവർ വിളിക്കുന്ന വാക്കാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ. എടാ മക്കളെ, ബെസിഡിയോമൈസിറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് മഷ്റൂം. മഷ്റൂം അല്ലെങ്കിൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ പഫ് ബോൾ. നോട്ട് ചെയ്ത് വെച്ചു. ആസ്കോമൈസിറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സാക്ക് ഫംഗൈ. സഞ്ചി, SAC, സാക്ക് ഫംഗൈ. ഇനി ഓരോന്നിൻ്റെ ഫൈക്കോമൈസിറ്റ്സിൻ്റെ വേണ്ട, അതിനെ ആൽഗൽ ഫംഗൈ എന്ന് വിളിക്കും, നിങ്ങൾക്ക് വേണ്ട കേട്ടോ. എടാ, ഈ 4 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫൈക്കോമൈസിറ്റ്സ് എക്സാമ്പിൾ: മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ. മാച്ച് ദ ഫോളോയിങ് അടിച്ചാപ്പ് കുത്തണം, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടും വരാം. ടഫല്ല, എളുപ്പമാണ്. ആസ്കോമൈസിറ്റ്സിൻ്റെ ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്, മോറൽസ് ആൻഡ് ട്രഫിൾ. ഈ ന്യൂറോസ്പോറയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മളെ ജെനറ്റിക് വർക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഭാവിയിൽ നിങ്ങൾ വലിയ സയൻറ്റിസ്റ്റൊക്കെ ആകുമ്പോൾ ജെനറ്റിക്സിലൊക്കെ നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യും ന്യൂറോസ്പോറ. അന്ന് നിങ്ങൾ ആലോചിക്കും ഫാറ്റ് സാർ പഠിപ്പിച്ചെന്നുണ്ട്. മോറൽസ് ആൻഡ് ട്രഫിൾസ് അത് എഡിബിൾ ആണ്, ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈസ്റ്റും ഉണ്ട് ഇതിൽ കേട്ടോ. ഈസ്റ്റും ഭക്ഷണമായി കഴിക്കാം. ബെസിഡിയോമൈസിറ്റ്സിൽ എക്സാമ്പിളാണ് ഗാരിക്കസ് സ്റ്റിലാഗോ പക്സീനിയ. ഗാരിക്കസ് സ്റ്റിലാഗോ പക്സീനിയ. സ്മട്ട് റെസ്റ്റ് എന്നൊക്കെ ഇതിന് വിളിക്കും, വേണമെന്നില്ല. ഡ്യൂട്രോമൈസിറ്റ്സിൻ്റെ 3 പേര് മാത്രം പഠിക്കുക: ആൾട്ടർനേറിയ, കോളിറ്റോട്രിക്കം, ട്രൈക്കോഡെർമ. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇതുവരെ പഠിക്കാത്തവർക്ക് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒരു 2 മിനിറ്റ് ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചെടുത്തോ. എടാ, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിലേക്ക് പോവാം മക്കളെ. ലാസ്റ്റായിട്ട് ഇതിൽ 2 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാണ്ട്. വൈറോയിഡിനെ കുറിച്ചും പ്രയോൺസിനെ കുറിച്ചും ഒന്ന് പഠിക്കാണ്ട് കേട്ടോ. വൈറോയിഡും പ്രയോൺസും മതി. എടാ, വൈറോയിഡ് ഡിസ്കവേർഡ് ബൈ T.O. ഡൈനർ ആണ് കണ്ടുപിടിച്ചത്. വൈറോയിഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്, വൈറസിനെക്കാട്ടി ചെറുതാണ്. ഓൺലി RNA, നോ പ്രോട്ടീൻ. അവർക്ക് RNA മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രോട്ടീൻ ഉണ്ടാവില്ല. വൈറോയിഡ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. വൈറോയിഡ് മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. നെക്സ്റ്റ് പ്രയോൺസ്. പ്രയോൺസ് മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മൃഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസ്. പ്രയോൺസ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അത് പശുവിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ എഴുതിയ അസുഖം. ഇതേപോലെ നമ്മൾ മനുഷ്യന്മാരിൽ ഒരു അസുഖം ഉണ്ടാക്കുന്നുണ്ട്, CR ജേക്കബ് ഡിസീസ്. ഇത് മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഇത് ഹ്യൂമൻസിൽ വരുന്ന ഒരു അസുഖമാണ്. എന്താ പ്രത്യേകത വെച്ചാൽ ആ പശുവിൽ വരുന്ന ആ അസുഖത്തിന് അതേ രീതിയായിരിക്കും മനുഷ്യന്മാരിലും ഈ അസുഖം. പക്ഷേ അസുഖത്തിൻ്റെ പേര് വ്യത്യാസമുണ്ട്.
CR ജേക്കബ് ഡിസീസ്. ഇനി ഈ ചാപ്റ്ററിൽ മക്കൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം കൂടിയാണ്. ഈ ക്ലാസ് ഇതേപോലെ കേട്ട് നല്ല വൃത്തിയിൽ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് അടിച്ചു പൊളിച്ചൊന്ന് ചെയ്തു വെക്കുക. ഓക്കെ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിൽ ഒരു 2 ചിത്രങ്ങളുണ്ടാവും. ബാക്ടീരിയ ഓഫ് ഏജിൻ്റെയും ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെയും ആ ചിത്രങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. ബാക്കി ഒന്നും വേണ്ട, ധൈര്യമായിട്ട് ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് പോയിക്കും.